ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഗൈഡൻസ്, യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 3 ഓഫ് വാൻസ് വന്നിരിക്കുന്നു. സ്റ്റാർ, Ten of Pentacles, Ten of Swords, Ace of Wands. ബോട്ടം വന്നിരിക്കുന്നത് 4 ഓഫ് Pentacles ആണ്. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇവിടെ Chariot ആണ് വന്നിരിക്കുന്നത്. 3 ഓഫ് Wands, the Star, Page of Pentacles, 7 of Wands, Ten of Swords, Ten of Pentacles, Ace of Wands. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ചാരിയറ്റ് ആണ്. ചാരിയറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ സ്പീഡിൽ നിങ്ങൾക്ക് വളരെയധികം മനോബലം ഉണ്ടാകുന്ന എനർജിയാണ് ഇന്നത്തെ ദിവസം. അതായത് പല കാര്യങ്ങൾക്കും പുറപ്പെടാൻ തുടങ്ങുന്നത് മടി പിടിച്ച് വേണ്ട എന്ന് തോന്നിയ ചില കാര്യങ്ങൾക്കൊക്കെ ഇന്നൊരു തുടക്കം വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിന് കുറച്ചുകൂടി ധൈര്യം കൊടുത്തുകൊണ്ട്, ഇതുവരെ ഒരു ധൈര്യമില്ലാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ധൈര്യം കൊടുത്തുകൊണ്ട് എനിക്കത് നേടണം, എനിക്കത് സാധിക്കണം എന്നുള്ള ആ മനോബലത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങി പുറപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ വാഹനം വാങ്ങിക്കാൻ ആവും, അല്ല എങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിന് ചിലപ്പോൾ ലൈസൻസ് നോക്കി ഇരിക്കുന്നവർക്ക് അത് കിട്ടുന്നതാവാം, അല്ലെങ്കിൽ അതിനുവേണ്ടി പുറപ്പെടുന്നതാവാം, അതിനുവേണ്ടി പഠിക്കാൻ പോകുന്നതാവാം. എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ മനോധൈര്യം കൂടുന്നു, പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നു. പഴയതിനെ അപേക്ഷിച്ച്, നിങ്ങളുടെ മുൻപത്തെ അവസ്ഥയെ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്കിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അടുത്തായിട്ട് 3 ഓഫ് വാൻസ്. നിങ്ങളിവിടെ എന്താണോ ആവേശത്തോടു കൂടി കാത്തു നിൽക്കുന്നത്, വാൻസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പൊ ഇന്ന് എന്തോ നിങ്ങൾ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്തോ ചില കാര്യങ്ങൾ കൂടി ഇവിടെ നിങ്ങൾക്ക് വന്നു ചേരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ആവേശത്തോടു കൂടി കാത്തു നിൽക്കുകയാണ്, എല്ലാം ഒരുങ്ങി തയ്യാറെടുത്തിട്ട് നോക്കി നിൽക്കുന്നു. ചിലപ്പോൾ ഇവിടെ വിദേശത്ത് പോകാനായിരിക്കും, അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ട് നിങ്ങൾ ആ ഒരു അവസാന നിമിഷത്തേക്ക് വേണ്ടി എന്തായാലും ചിലപ്പോൾ ഇനി ടിക്കറ്റ് ആവാം, വിസ ആവാം, അതിനായിട്ട് നിങ്ങളൊരു കാത്തിരിപ്പ് നടത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല, മറ്റേതെങ്കിലും കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ആവേശത്തോടു കൂടി നോക്കി നിൽക്കുന്നത്, അതിനൊരു സമാപ്തി വരുന്നു എന്നുള്ളതാണ്. കാരണം ഇവിടെ അടുത്തതായിട്ട് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാനുള്ള എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ആരോഗ്യം നിങ്ങൾക്ക് മെച്ചപ്പെട്ട് കിട്ടുന്നു. അതുപോലെ തന്നെ നിങ്ങളുടേതായ ആ ഒരു എനർജി വളരെയധികം ചക്രാസൊക്കെ ആക്റ്റീവായി കിട്ടുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാം.
അതുപോലെ നല്ലൊരു ഹീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന എനർജി ആവാം, ഉയർച്ചയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു പ്രത്യാശയുടേതാണ്. അതായത് ഈ ഒരു പ്രത്യാശ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ച, ജീവിതത്തിന്റെ തന്നെ ഉയർച്ചയിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കൊരു സ്റ്റാറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു സ്റ്റാറായിട്ട് തിളങ്ങാൻ പറ്റുന്നു ഇന്നത്തെ ദിവസം എന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് പേജ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഈ ഒരു പെന്റക്കിൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന്റെ എനർജി. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി കിട്ടാനുള്ള സാധ്യത അത് നോക്കിയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെയോ ഇവിടെ നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ്. വളരെയധികം ആകാംക്ഷയോട് നോക്കി നിൽക്കുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ കാണുന്നത് പോലെ ഇവിടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചില ജോലിക്കാര്യങ്ങൾ അത് സാധ്യമായി കിട്ടുന്നതായിരിക്കും. എന്തെങ്കിലും പുതിയ ജോലി ലഭിക്കുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇന്ന് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് നിങ്ങൾക്ക്. അപ്പൊ ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പെന്റക്കിൾ, എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. അതായത് നിങ്ങൾക്ക് ഇന്ന് ഒരു സ്റ്റെബിലിറ്റി തരുന്ന എനർജിയാണിത്. 7 ഓഫ് വാൺസിന്റെ എനർജി. നിങ്ങളെ പലരും ക്രൂശിക്കുന്ന എനർജി. കാരണം നിങ്ങളെ പലരും പ്രതിക്കൂട്ടിലാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടില്ല, നിങ്ങൾ എന്തോ ചെയ്തു, എന്തോ വലിയ അപരാധം ചെയ്തതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ചോദ്യം ചെയ്യാൻ അടുത്തിരിക്കുന്നു എന്നുള്ളത്. നിങ്ങൾ വളരെയധികം വിഷമത്തിലാണ് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ കാരണം നിങ്ങൾ ആരോടെങ്കിലും ചിലപ്പോൾ സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ മറ്റു പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ടാവാം. അവിടെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ നിങ്ങളുടെ ഉയർച്ച, ഇവിടെ സ്റ്റാർ വന്നിരിക്കുന്നത് കണ്ടില്ലേ, ചിലപ്പോൾ നിങ്ങൾ നല്ലപോലെ ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാകാം. അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുകയാവാം. അവിടെ നിങ്ങളെ ചിലപ്പോൾ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി, അതുമല്ല നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും സാമ്പത്തികം വാങ്ങിച്ചിട്ട് കൊടുക്കാതിരിക്കുന്നതോ, അതുമല്ല എങ്കിൽ നിങ്ങൾ ആരെക്കുറിച്ചെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരാം. ചിലപ്പോൾ ചില അസൂയയുണ്ടാവാം ചിലർക്ക്, അങ്ങനെ ചിലർക്ക് വിദ്വേഷം ഉണ്ടാവാം മനസ്സിൽ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നിങ്ങളിവിടെ ക്രൂശിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളെ വെറും തരം താഴ്ത്തുന്ന എനർജിയിലേക്ക് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ തൽക്കാല സമയത്തേക്ക് നിങ്ങൾ വളരെയധികം വിഷമം തോന്നിയാലും പിന്നീട് നിങ്ങൾ കുറച്ച് ഉയർച്ചയിലേക്ക് വരും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് 10 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെ ചക്രാസിനൊക്കെ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നു. കണ്ടില്ല, ഇവിടെ ചക്രാസ് ഒക്കെയും ബ്ലോക്ക് ആവുന്ന എനർജിയാണ്. ഇങ്ങനെ ചക്രാസ് ഒക്കെ ബ്ലോക്ക് ആവുന്ന എനർജിയിലാണ് ഈ ഒരു അനുഭവം നിങ്ങൾക്ക് വരുന്നത്. കണ്ടില്ലേ, മറ്റുള്ളവരുടെ ചില എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില അസൂയക്ക് പാത്രമാകുന്നത്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ആരോപണത്തിന് വിധേയമാകുന്നത്, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുന്ന ഒരവസ്ഥ, ഇതൊക്കെ നിങ്ങൾ മാനസികമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കുന്ന എനർജി ആവാം ഇവിടെ. അതുപോലെ തന്നെയാണ് ചിലപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സൂയിസൈഡ് അറ്റംപ്റ്റ്, പോയിസൺ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ചില അതിനെക്കുറിച്ച് ചിന്തിക്കുക, മാനസികമായിട്ട് വല്ലാതെ വിഷമത്തിലേക്ക് നീങ്ങുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്ന 10 ഓഫ് സോർഡ് എന്ന് പറയുന്നത്. പക്ഷേ ആൾക്കാർ നിങ്ങളെ എത്രമാത്രം മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ഉയരത്തിലേക്ക് വരാൻ സാധിക്കും. കാരണം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, അതുകൊണ്ടൊക്കെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് ഇവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു സ്റ്റാർട്ടിങ് ഉണ്ടാവും. ഇത്രമാത്രം അതിഭയങ്കരമായിട്ട് നിങ്ങൾ പരാജയപ്പെട്ട ഇടത്തു നിന്നും ഏറ്റവും നല്ല ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. 10 ഓഫ് പെന്റക്കിൾസ് ആണ് അടുത്തത് വന്നിരിക്കുന്നത്. പിന്നീട് ഇവിടെ ഏസ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാമ്പത്തികപരമായിട്ട് നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് നിങ്ങൾ ഉയരുമ്പോൾ ഇവിടെ നിങ്ങളെ കുറ്റക്കാരാക്കി അല്ലെങ്കിൽ കുറ്റക്കാരിയാക്കി നിങ്ങളെ വിധി എഴുതിയ ആൾക്കാർ തന്നെ നിങ്ങളിലേക്ക് അടുത്തുകൂടും.
കാരണം സാമ്പത്തികമാണല്ലോ എല്ലാത്തിനും അടിസ്ഥാന ഭദ്രത നൽകുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് നയിക്കുന്നത് അല്ലെങ്കിൽ എനർജി കൂടുതലായിട്ട് തരുന്ന ഒരു കാര്യം എന്താണ്? മണി എനർജിയാണ്. അപ്പൊ ഇവിടെ 10 ഓഫ് പെന്റക്കിൾസിന്റെ എനർജി സാമ്പത്തികം വന്നു ചേരുമ്പോൾ ഒരുപാട് പേർ നിങ്ങളോടൊപ്പം ചേരാൻ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് എങ്ങനെയെന്നല്ല, ഒരേപോലെയുള്ള ആൾക്കാരല്ല, പല ഡിഫറൻ്റ് ആയിട്ടുള്ള പല ആൾക്കാരും, വ്യത്യസ്തരായിട്ടുള്ള പല ആൾക്കാരും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് അവിടെ. അതുവഴി നിങ്ങൾക്ക് പുതിയ ചില തുടക്കങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഇവിടെ ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. എന്തോ നിങ്ങളൊന്ന് പുതിയതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകും. അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് സ്റ്റാറിന്റെ എനർജി നേടിയെടുക്കാനും സാധിക്കുന്നു. ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു. ഇത്രയൊക്കെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്റ്റാറിന്റെ പദവി ലഭിച്ചിരിക്കും. ഒരു മറ്റുള്ളവരുടെ മുൻപിൽ ഒരു താരമായിട്ട് തിളങ്ങാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ മറ്റ് സാമൂഹികപരമായിട്ടും ആരോഗ്യപരമായിട്ടും നിങ്ങളുടെ ആരോഗ്യസ്ഥിതി ഒക്കെ മെച്ചപ്പെട്ടു വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ്. പുതിയതായിട്ട് എന്തായാലും തുടക്കം കുറിക്കുന്ന കാര്യം നിങ്ങൾക്ക് സക്സസിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് കൂടി ഒന്ന് നോക്കാവേ. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇംപ്രൂവിങ് ഹെൽത്ത്. നിങ്ങളുടെ ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നുണ്ട്, അല്ല എങ്കിൽ കുറച്ചുകൂടി ഇംപ്രൂവ് ആക്കാൻ ശ്രമിക്കും. ഇവിടെ ചക്രാസിനെയൊക്കെ ആക്റ്റീവ് ആകുന്ന എനർജിയാണ്. നമ്മളിവിടെ സ്റ്റാറിന്റെ എനർജി വന്നപ്പോഴേ പറഞ്ഞതാണ്, ചക്രാസ് ആക്റ്റീവ് ആകുന്ന എനർജി ഉണ്ട്. സത്യത്തിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് കൂടുതലായിട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ കണ്ടില്ലേ 7 ഓഫ് വാൻസിന്റെ എനർജിയിൽ മറ്റുള്ളവർ നിങ്ങളെ ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ആരോപണം കൊണ്ടുവരുന്നത്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കഴിയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൗനം പാലിച്ച് നിൽക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു മൗനത്തിന് അവിടെ അർത്ഥമില്ല. കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ നടത്തൂ, മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. അബണ്ടൻസ് ആണ്, കണ്ടില്ല? അത്തരത്തിലുള്ള എനർജിയിലൂടെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഇവിടെ സാധിക്കേണ്ടത് അതനുസരിച്ച് നോ എന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റക്കായിട്ടിരിക്കുന്നിടത്ത് അങ്ങനെ ഇരിക്കാൻ പാടില്ല, മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ സ്റ്റാറിന്റെ എനർജി, അതുപോലെ അബണ്ടൻസിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള കേസുകളോ മറ്റോ ഉണ്ടെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു തീർക്കണം. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറഞ്ഞുകൊണ്ട് എങ്ങും ചെന്ന് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. സാഹചര്യം അനുസരിച്ച് മൗനം പാലിക്കാം. അതുപോലെ തന്നെ പറയാനുള്ള ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്യാം. അപ്പൊ ഇവിടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികത്തിന്റെ അബണ്ടൻസ് മാത്രമല്ല, സ്നേഹത്തിന്റെ അബണ്ടൻസ് ആവാം. അതുപോലെ മറ്റ് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, അപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്ക് ബൈ.